കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സുവർണ ജൂബിലി 2026-ന്റെയും അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെയും ഭാഗമായി വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. This news is brought to you by സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സുവർണ ജൂബിലി 2026-ന്റെയും അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെയും ഭാഗമായി വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റിലെ വനിതാ സംരംഭകരെ ആദരിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടനം കേണൽ PM മേരി നിർവഹിച്ചു. 2026 വനിതാ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഗീവ് ടു ഗെയിൻ, അതായത് നൽകിക്കൊണ്ട് നേട്ടമുണ്ടാക്കുക എന്നതാണ്. 1975 ഐക്യരാഷ്ട്ര സംഘടന വനിതാ ദിനം മാർച്ച് 8 പ്രഖ്യാപിക്കപ്പെട്ടു. എങ്കിലും അതിന് അധ്യക്ഷം പറഞ്ഞതുപോലെ തന്നെ ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രമുണ്ട് വനിതാ ദിനത്തിന്. ഇത് നമ്മൾ എങ്ങനെ നേടിയെടുത്തു എന്ന് നമുക്കറിയില്ല. 1857 ന്യൂയോർക്കിലെ തുണിമില്ലിൽ വർക്ക് ചെയ്യുന്ന വനിതാ തൊഴിലാളികൾ അവരുടെ അവകാശം സംരക്ഷിക്കുവാനും അവരുടെ തുല്യവേതനം കിട്ടുന്നതിനും വോട്ടവകാശത്തിനും വേണ്ടി അവർ സമരം ചെയ്തു. ആ സമരമാണ് ഈ വനിതാ ദിനത്തിന് തുടക്കമായത്. പിന്നെ ഒരു സമുദായത്തിന്റെ ഉയർച്ച നമ്മൾ എങ്ങനെയാണ് അളക്കേണ്ടത്? ഒരു സമുദായത്തിന്റെ ഉയർച്ച അളക്കേണ്ടത് ആ സമുദായത്തിന്റെ കൂറ്റൻ ബിൽഡിങ്ങുകളും അടിസ്ഥാന സൗകര്യങ്ങളും വലിപ്പമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മാത്രമല്ല, ആ സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീ എത്രമാത്രം ഉയർന്നു എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ആ സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീ സാമൂഹികമായും സാമ്പത്തികമായും തൊഴിലധിഷ്ഠിതമായും അവൾ ഉയർന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ATV രാജേഷ്, ചെറുപുഴ മേഖല ജനറൽ സെക്രട്ടറി ജോൺസൺ C പടിഞ്ഞാത്ത്, വനിതാ വിംഗ് മേഖല ജനറൽ സെക്രട്ടറി ബിന്ദു ജേക്കബ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K നിയാസ് എന്നിവർ പ്രസംഗിച്ചു. വനിതാ ദിനാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാ വനിതാ അംഗങ്ങൾക്കും പ്രത്യേക ഉപകാരങ്ങൾ നൽകി. കൂടാതെ ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 3 ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. നമ്മുടെ രാജ്യത്തും ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുകയാണ്. വനിതകൾക്ക് ഇങ്ങനെ ഒരു ദിനം അനുവദിച്ച് കിട്ടിയിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് തന്നെയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കണമെന്ന് പല ഭാഗത്തു നിന്നുള്ള ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള രാഷ്ട്ര നേതാക്കളുടെയും ഭരണാധികാരികളുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ വന്നത്. അതിനുശേഷം അത് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിക്കുകയും മാർച്ച് 8 ലോകവ്യാപകമായിട്ട് വനിതാ ദിനമായിട്ട് ആചരിക്കാമെന്ന് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത്. വനിതകളെ ആദരിക്കേണ്ടത് എവിടെ വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ളവരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലുമുള്ള വനിതകൾ അംഗീകാരത്തിനും അർഹരാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നത് വ്യാപാര മേഖലയിലുള്ള വനിതകളെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന് തോന്നുകയാണ്. കാരണം മറ്റേതൊരു ജോലിയായാലും ജോലി ടൈം കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകും, ഓഫീസിൽ നിന്ന് ഇറങ്ങാം. മാഡത്തിനൊന്നും അങ്ങനെ പറ്റിയത് ലോക വനിതാ ദിനം ലോകത്തിലെ പല ഇനങ്ങളിലും വനിതകളെ ഇങ്ങനെ ആദരിക്കുന്ന ചടങ്ങുകളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലത്തും നടന്നു കഴിഞ്ഞു. നമ്മുടെ അവധി ദിനമായതിനാൽ ഇന്നേക്ക് നമ്മൾ മാറ്റിവെച്ചൊരു പരിപാടിയായിരുന്നു. ഈ പരിപാടി നമ്മൾ ആലോചിച്ച സമയത്ത് തന്നെ ചെറുപുഴയിലെ ഈ മേഖലകളിലെ വിവിധ സംരംഭകരായ വനിതകളെ ആദരിക്കണമെന്ന ഒരു ആലോചന വന്നപ്പോൾ നമുക്ക് അധികം ആലോചിക്കേണ്ടി വന്നത് നമ്മുടെ മെമ്പർമാരായ സംരംഭകരുടെ ധാരാളം ഉള്ളപ്പോൾ നമുക്ക് പുറത്തുള്ള ഒരാളെ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന പൊതു വികാരമാണ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഈ പരിപാടി എത്തിച്ചേർന്ന ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.